الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഭൂമി ശാസ്ത്രമനുസരിച്ച് ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസ യോഗ്യമായ പ്രദേശങ്ങളെ പരിഗണിച്ചാലും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബ സന്ദർശിക്കാനുള്ള വിശ്വാസികളുടെ ആഗ്രഹങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പല നാടുകളിൽ നിന്നും ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി പുറപ്പെടാനുള്ളവരാണ് അധികമായിട്ടുള്ളത്. എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് അനേകം ദൈവദൂതന്മാർ അമ്പിയാക്കൾ ഭൂമുഖത്ത് വന്നിട്ടുണ്ട്. അവരോടൊന്നും ഹജ്ജിനെ സംബന്ധിച്ച ഒരു കൽപ്പന നമുക്ക് ഖുർആനിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ അള്ളാഹു കൽപ്പന നൽകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കാണ്. സൂറത്ത് ഹജ്ജിൽ 27-ാമത്തെ വചനമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം, ജനങ്ങളിൽ വിളംബരം ചെയ്യുക ഹജ്ജിന് വേണ്ടി. യഅ്തൂക റിജാലൻ, എങ്കിൽ ജനങ്ങൾ നടന്നുകൊണ്ടുവരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞ ഒട്ടകപ്പുറങ്ങളിലായും അവർ വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമ്പാതകൾ താണ്ടിക്കൊണ്ട് മെലിഞ്ഞ ഒട്ടകപ്പുറത്തോ നടന്നുകൊണ്ടോ അവരെത്തിക്കൊള്ളും. ഇതിന്റെ തഫ്സീറിൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ
മലകളാൽ ചുറ്റപ്പെട്ട മധ്യഭാഗത്തുള്ള ഒരു തടത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മലകളാണ്, ജനവാസം പൊതുവെ കുറവാണ്. അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, നാഥ, ഈ മലകളുടെ മധ്യത്തിൽ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചാൽ എന്റെ ശബ്ദം ആരാണ് കേൾക്കാനുണ്ടാവുക? ആരാണ് അതിന് ഉത്തരം നൽകുക? റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറഞ്ഞു, ഇബ്രാഹിം, നിന്നോട് കൽപ്പിച്ചത് മാത്രം നീ ചെയ്യുക. ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക. ആ വിളി കേൾപ്പിക്കേണ്ടതും വരുത്തേണ്ടതും ഞാനാണ്, നീയല്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ വിളിയല്ല, അള്ളാഹുവിന്റെ ക്ഷണമാണ്. ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ ക്ഷണമാണ്. അതുകൊണ്ടാണ് ഹാജിമാരെ അള്ളാഹുവിന്റെ അതിഥികൾ എന്ന് വിളിക്കുന്നത്. ആ ക്ഷണം ജനങ്ങളിൽ വിളംബരം ചെയ്യുന്ന ജോലിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. നമസ്കാരത്തിന്റെ സമയത്ത് മുഅദ്ദിൻ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു. വിളി മുഅദ്ദിന്റെ വിളിയല്ല, റബ്ബിന്റെ വിളിയാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. റബ്ബാണ് വിളിക്കുന്നത്, നമ്മുടെ സൃഷ്ടാവായ റബ്ബാണ് ക്ഷണിക്കുന്നത് നമസ്കാരത്തിന് വേണ്ടി. ആ അറിയിപ്പ് മുഅദ്ദിനിലൂടെ വന്ന പോലെ അള്ളാഹുവിന്റെ ക്ഷണമാണ് ഇബ്രാഹിം നബിയിലൂടെ നടപ്പാക്കപ്പെട്ടത്. അപ്പോ അള്ളാഹ് പറഞ്ഞു, ഇന്ന് ആ വിളി അന്തരീക്ഷത്തിൽ തന്നെ നിലകൊള്ളുന്നു എന്നതാണ് അത്ഭുതകരമായ റബ്ബിന്റെ ക്ഷണം. അത് ജനപദങ്ങൾ താണ്ടി മുറിച്ചു കടന്ന് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയിട്ടും കൂടുതൽ കൂടുതൽ ജനങ്ങൾ മനുഷ്യവാസമുള്ളയിടത്തെല്ലാം റബ്ബിന്റെ ക്ഷണം നിലനിൽക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു സംഗതിയാണ്. ഇബ്രാഹിം നബിയോടാണ് കഅബയുണ്ടായിരുന്ന സ്ഥാനത്ത് പുനർനിർമ്മിക്കാനും ശുദ്ധീകരിക്കാനും അത് ഹജ്ജിന് വരുന്നവർക്ക് വേണ്ടി ഒരുക്കാനും അല്ലാഹു കൽപ്പിച്ചത്. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. ആ പരിശുദ്ധ ഭവനത്തിന്റെ സ്ഥാനം ഇബ്രാഹിമിന് നാം നിർണയിച്ചു കൊടുത്തു, ഒരുക്കി കൊടുത്തു. അല്ലാ തുശ്രിക് ബി ശൈആ. പരിശുദ്ധ കഅബ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമായി ആദ്യം അല്ലാഹു പറയുന്നത് അല്ലാ തുശ്രിക് ബി ശൈആ. നിങ്ങൾ ഈ കഅബ പുനർനിർമ്മിച്ചിട്ട് അതിന്റെ ഉദ്ദേശം റബ്ബിനെ മാത്രം ആരാധിക്കാനുള്ള ഭവനമാണിത്. അല്ലാ തുശ്രിക് ബി ശൈആ. എന്നിൽ ഒന്നിനെ കൊണ്ട് നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയും റുക്കൂഉം സുജൂദും ചെയ്യുന്നവർക്ക് വേണ്ടി എൻ്റെ ഭവനത്തെ നീ ശുദ്ധീകരിച്ച് ഒരുക്കുക എന്ന് ഇബ്രാഹിമിന് കൽപ്പന കൊടുത്തു. ഇതേ കൽപ്പന ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും എന്ന രീതിയിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിന്റെ ഉത്തരവാദിത്വം ഇബ്രാഹിം നബിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇബ്രാഹിം നബിനെ മാത്രം പറയുന്നത്. മൂസാ നബിയെ ഹാറൂൻ നബിയെ അയക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മൂസാ നബിക്കായിരുന്നു. അതുകൊണ്ട് മൂസയെ അയച്ചു. ഖുർആനിൽ ചില സ്ഥലത്ത് കാണാം മൂസയെയും ഹാറൂനെയും അയച്ചു കൂടെ. ആ ഇബ്രാഹിം നബിയുടെ സഹായിയായിട്ടാണ് ഇസ്മായിൽ നബിയോട് അത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാനുള്ള ഭവനമാണ്. അപ്പൊ ഹജ്ജിന്റെ ഒന്നാമത്തെ ലക്ഷ്യത്തിൽ ഇസ്ലാമിലെ 5-ാം കാര്യമാണെങ്കിൽ 1-ാം കാര്യം പൂർത്തീകരിച്ചവർക്കേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. 1-ാം കാര്യം നമുക്കറിയാലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾക്ക് തോന്നും അത് ചെല്ലാത്തവരുണ്ടോന്ന്. വായ കൊണ്ട് പറയുന്നവരുണ്ട്. വിശ്വാസത്തിൽ അനേകം ആരാധ്യന്മാർ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ.
സങ്കടം തോന്നുന്ന ഒരു കാഴ്ച. എത്ര പ്രയാസമുണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കാൻ. ദൂരം, യാത്ര, സമ്പത്ത്, ശാരീരിക ക്ലേശങ്ങൾ, ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തി ഹജ്ജിനുള്ള ഒരുക്കമായി ജാറങ്ങൾ സന്ദർശിക്കുന്ന അവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഹജ്ജിന് പോണതിന് മുമ്പ് മൗലൂദും റാത്തീബും വീട്ടിൽ നടത്തുന്നവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എന്താണ് ഹജ്ജ്, എന്താണ് കഅബ എന്ന് അറിയുന്നില്ല. വലിയൊരു ജാറത്തിലേക്ക് പോകുന്നു എന്നാണ് വിശ്വാസം. അതിനു മുമ്പ് ഇവിടെ ചെറു ചെറു ജാറങ്ങളൊക്കെ സന്ദർശിച്ച് ഉറപ്പുവരുത്തി റാത്തീബ് മൗലൂദൊക്കെ അതിന്റെ പേരിൽ വീട്ടിൽ നടത്തിയിട്ട് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കടകരമായ കാര്യം. ഒന്നാമത്തെ കാര്യം പൂർത്തീകരിച്ചില്ല എന്നർത്ഥം. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ്ഖിനെ പറ്റി ആളുകൾ ഉണ്ടാക്കിയ പാട്ടിലല്ല, ഷെയ്ഖിന്റെ സ്വന്തം കിതാബിൽ, ജനങ്ങളെ പഠിപ്പിക്കാൻ എഴുതിയ കിതാബിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ലജ്ജയില്ലേ? നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അർഹത? നിന്റെ ഹൃദയത്തിൽ 1000 ഇലാഹുകളെ നീ കുടിയിരുത്തിയിരിക്കുന്നു. അള്ളാന്റെ സൃഷ്ടികളായ നിന്റെ ഹൃദയത്തിൽ നിന്നെ രക്ഷിക്കുമെന്ന്, നിനക്ക് നന്മ കൊണ്ടുവരുമെന്ന്, നിന്റെ പ്രയാസങ്ങൾ തീർക്കുന്ന അനേകം ഇലാഹുകൾ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ലജ്ജയില്ലേ? മൊയ്തീൻ ശേഖ് ചോദിച്ച ചോദ്യം അതാണ്. ഹജ്ജിന് പോകുന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു കഷ്ടമാണ്. എന്താണ് അവിടെ ചെല്ലുമ്പോഴും അവിടെ ചെന്നിട്ടും പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഹാജിമാരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന് നാവിലൂടെ പുറത്തു വരുന്ന ഒരാരവമായി ലക്ഷക്കണക്കിന് ഹാജിമാരുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്ക്, ഇബ്രാഹിം നബിയുടെ വിളിയല്ല, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു റബ്ബേ, നിനക്കൊരു പങ്കാളിയില്ല. അതെല്ലാരും ചെല്ലുണ്ട്, അറിയണില്ല എന്ത് ചെല്ലുന്നു. ഇവിടുന്ന് 100 പങ്കാളികളെ ഉറപ്പിച്ചിട്ടാ പോണത്. ആചാരത്തിലും അവിടെ മരണപ്പെട്ട ആ മക്ബറയിലും ഈ ശൈഖ്, ഈ തങ്ങൾ, ഈ ബീവി, അങ്ങനെ 100 കണക്കിന് ഇലാഹുകളെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, റബ്ബേ നിനക്ക് പങ്കുകാരില്ല. ഇന്നൽ ഹംദ വന്നിഅമത, മുഴുവൻ സ്തുതികളും അനുഗ്രഹങ്ങളും ലക, നിനക്കാണല്ലോ റബ്ബേ. വൽ മുൽക് ലക വൽ മുൽക്, എല്ലാ ആധിപത്യ അധികാരങ്ങളും റബ്ബേ നിനക്കാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയില്ല. സത്യത്തിലാണോ അത് പറയുന്നത്? മനസ്സിൽ തട്ടിയാണോ പറയുന്നത്? ഒരു പങ്കാളിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ പുറമെ ഒരാൾ മറ്റൊരാളോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൽ പങ്കാളിയാക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പൊ ഷഹാദത്ത് കലിമ എന്താണെന്ന് അറിഞ്ഞു പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഹജ്ജ് ബാധകമാവുകയുള്ളൂ. ആ ഹജ്ജ് മാത്രമേ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരിച്ചുപോയ മഹാന്മാരെയും മക്ബറകളെയും മക്കാമുകളെയും ജാറങ്ങളെയും അതിലൂടെ എന്തോ നേട്ടം, അവിടുന്ന് ബർക്കത്ത്, അവിടുന്ന് രക്ഷ എന്ന് ധരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ കഷ്ടമെത്രയാണ്. ഈ പണ്ഡിതന്മാര് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കേണ്ട ഹജ്ജിന്റെ നാട്ടിൽ യാത്രയപ്പ് നൽകുന്നുണ്ട്. അപ്പോഴെങ്കിലും ആ പാവങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ആ സത്യം? ആ പോകുന്ന ആളുകളെ പറ്റി ആ മഹല്ലിലെ ഖത്തീബിനോ പണ്ഡിതനോ അറിയാമല്ലോ. ആ മനുഷ്യരെ വിളിച്ചിട്ടൊന്ന് ഉപദേശിച്ചു കൊടുത്ത്, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, നിങ്ങളുടെ തൽബിയത്ത് ഇങ്ങനെയാണ്,
അതിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ സ്വീകാര്യയോഗ്യമല്ല എന്ന് അപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ സഹോദരങ്ങളെ? അപ്പോൾ നമ്മുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ പോകുന്നവരായി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളുണ്ടെങ്കിൽ അവർ പോകുന്നതിന് മുമ്പ് ആ തൗഹീദ് ഒന്ന് ശരിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശിർക്കിനെ പറ്റി, ശിർക്കിന്റെ അപകടത്തെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഇത്ര കഷ്ടപ്പാട് ചെയ്തിട്ട് അത് റബ്ബിൽ സ്വീകാര്യയോഗ്യമാകണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പോകുന്നവരോടുള്ള ഗുണകാംക്ഷ, നന്മ, അതുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ അതിന് തെരഞ്ഞെടുത്തത്? നൂഹ് നബിയെ തെരഞ്ഞെടുത്തില്ല. അതുപോലെ തന്നെ ഹൂദ് നബിയെയും സാലിഹ് നബിയെയും അതിനു വേണ്ടി തെരഞ്ഞെടുത്തില്ല. അതിന്റെ എന്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നേതാവായി, ആദർശപിതാവായി ഇബ്രാഹിമിനെ അള്ളാഹു ലക്ഷ്യം വെച്ചു? അള്ളാഹ് പറയുന്നു, ഇബ്രാഹിമിന്റെ റബ്ബ് ഇബ്രാഹിമിനെ പരീക്ഷണ വിധേയമാക്കി. ബികലിമാത്തിൻ, ചില വചനങ്ങളാൽ, ചില കൽപ്പനകളാൽ ഇബ്രാഹിമിനെ റബ്ബ് പരീക്ഷിച്ചു. മുഴുവൻ പരീക്ഷണങ്ങളെയും കൽപ്പനകളെയും പൂർത്തീകരിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. അങ്ങനെ ഇബ്രാഹിം നബി റബ്ബിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചപ്പോൾ റബ്ബ് പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള നേതാവായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ഖുർആൻ പറയാം, ഇബ്രാഹിമിനെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് നേതാവായി, മാതൃകയായി, ഇമാമായി അള്ളാഹു പ്രഖ്യാപിക്കാൻ. ഖാല വമിൻ ദുരിയതി, സ്വാഭാവികമായും സന്തതികളോട്, പിൻഗാമികളോട് സ്നേഹമുള്ള, കാരുണ്യമുള്ള ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, നാഥ, നീ എന്നെ ഇമാമാക്കുന്നുവെങ്കിൽ, എന്നെ നീ മാതൃകയാക്കുന്നുവെങ്കിൽ, എന്നെ നേതാവാക്കുന്നുവെങ്കിൽ അതിന്റെ തുടർച്ചയായി എന്റെ സന്തതികളിൽ നിന്നും നീ നേതാക്കളെ ഉണ്ടാക്കണമേ. ഖാല, അല്ലാഹ് പറഞ്ഞു, ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം, നിന്റെ സന്തതികളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാവും, അക്രമികൾ ഉണ്ടാവും, ശിർക്ക് ചെയ്യുന്ന അക്രമികൾ ഉണ്ടാവും, ദുൽമ ചെയ്യുന്ന. എന്റെ ഈ കരാർ അക്രമികൾക്ക് ഒരിക്കലും ബാധകമല്ല, അവർക്ക് നേടാനും പറ്റില്ല. പാരമ്പര്യത്തിന്റെ പേരിൽ കൊടുക്കുന്നതല്ല ഇത്, പൈതൃകത്തിന്റെ പേരിൽ കൊടുക്കുന്നതല്ല ഇത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതാണ്, പാരമ്പര്യമായി സിദ്ധിക്കുകയില്ല. തുടർച്ച. അങ്ങനെയല്ല ഇപ്പൊ നമ്മ സംസാരിക്കുന്നത്. ഞങ്ങളെ കാക്കാർന്നമാര്, ഞങ്ങളെ മുൻഗാമികൾ. ഇസ്ലാം അങ്ങനെ കിട്ടൂല എന്നല്ല പറയണത്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി എങ്ങനെ ഇമാമാവും? അള്ളാന്റെ ശത്രുവല്ലേ ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ. അതിനാലോചിച്ച് നോക്കിയാ പോലെ. ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ, ഖുർആൻ ഉപയോഗിച്ചത് അദുവ്വുല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു. വാപ്പണ്, സ്വന്തം വാപ്പ, ആ രക്തത്തിൽ പിറന്ന മകൻ, അള്ളാന്റെ ഖലീൽ, അള്ളാന്റെ മിത്രം. നൂഹ് നബി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവൻ, ആ പൈതൃകത്തിലുള്ള മകൻ നരകാവകാശി. പൈതൃകമായിട്ട് കിട്ടൂല. ഇബ്രാഹിം നബി പറഞ്ഞത്, നാഥ, നീ എന്നെ നേതാവാക്കുന്നുവെങ്കിൽ എന്റെ സന്തതികളിൽ നിന്നും അങ്ങനെ നേതാക്കളെ ഉണ്ടാക്കണമേ. അള്ളാഹ് പറഞ്ഞു, ഉണ്ടാവും. അക്രമികൾക്ക് ബാധകല്ല, അവർക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധ്യമല്ല. ലോകത്ത് പല മനുഷ്യരും പാരമ്പര്യവും പൈതൃകവും പറഞ്ഞിട്ടാ അവരെ മെച്ചം കാണിച്ചു പറയുന്നു. ആര്യന്മാർക്കുണ്ടായിരുന്നു ഇന്ത്യയിൽ അങ്ങനെ പാരമ്പര്യം പറഞ്ഞു. എത്ര മോശമായാലും ബ്രാഹ്മണനാണ്, അപ്പൊ പിന്നെ മോശമൊന്നും വരൂല. ഇത് തന്നെ ജൂതന്മാർക്കും ഉണ്ടായിരുന്നു ഈ പാരമ്പര്യബോധം. ആ പാരമ്പര്യത്തോടുള്ള കടുപ്പം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കാതിരുന്നത്. ഞങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ളൂ എന്ന്
നഹ്നു അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്തതികളും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുമാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കൂല. പാരമ്പര്യം. ഇസ്ലാം അങ്ങനെ കിട്ടൂല. വാപ്പ വഴിക്ക് കിട്ടുന്നതല്ല ഇസ്ലാം. ആര് വിശ്വസിച്ചു, ആര് സൽക്കർമ്മം ചെയ്തു, അവൻ രക്ഷപ്പെടും. ആര് ശിർക്ക് ചെയ്തു, ആര് കുഫറിൽപ്പെട്ടു, അവൻ നരകാവകാശിയായി തീരുക എന്നതാണ്. അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ മുഖ്യമായി നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുക, റബ്ബിന്റെ ഏകത്വം ഉറക്കെ ഘോഷിച്ചുകൊണ്ടായിരിക്കുക എന്നത് സുപ്രധാനമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം അനേകം സൂറത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പാരമ്പര്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ വളർച്ച. വാപ്പാനെ ധിക്കരിച്ചുകൊണ്ടാണ് വളർച്ച. ഏത് ധിക്കാരം? ദുനിയാവിലെ കാര്യത്തിലല്ല, ദീനിൽ. അള്ളാഹ് പറയുന്നത് വലക്കത് ആതൈനാ ഇബ്രാഹീമ റുശ്ദുഹു മിൻ ഖബൽ. ഇബ്രാഹീമിന് ചെറുപ്പത്തിൽ തന്നെ നാം സന്മാർഗബോധവും വിവേകവും നൽകി. വകുന്നാ ബിഹി ആലിമീൻ. ഇബ്രാഹിമിനെ സംബന്ധിച്ച് ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു നാം. അള്ളാഹു ഭാവിയിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളുടെ ആദർശ പിതാവായി നിശ്ചയിക്കപ്പെട്ട ഇബ്രാഹിമിനെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് വളർന്നത്. കാരണം പിതാവ് ഒരു പുരോഹിതൻ, പ്രതിഷ്ഠ നിർമ്മിക്കുന്ന ആൾ, വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ആൾ. നിർമ്മിക്കുക മാത്രമല്ല, ജനങ്ങൾക്കത് സ്ഥാപിച്ചു കൊടുക്കുകയും അതിനു വേണ്ട പൂജകൾ ചെയ്യുന്ന ആൾ. കുട്ടിയായ ഇബ്രാഹിം അലൈഹിസ്സലാം കാണുന്നത് അതാണ്. കണ്ണു തുറന്ന് കാതു തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണുന്നത് വാപ്പയാണ് നാട്ടിലെ പ്രധാനി. കാരണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് അവർ ആരാധ്യന്മാരെ സന്നിവേശിപ്പിക്കുകയും അതിനുവേണ്ട പൂജകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു ആസർ. ആസറിന്റെ മകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ അവിടെ പൈതൃകം എവിടെ, പാരമ്പര്യം എവിടെ? പ്രിയപ്പെട്ടവരെ ആലോചിച്ചു. അള്ളാഹ് പറയാണ്, കുട്ടിക്കാലത്ത് തന്നെ ഇബ്രാഹിമിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൻ്റെ ഇടം നൽകി. അന്ന് വാപ്പ തന്നെ ഏൽപ്പിച്ചിരുന്നല്ല ചന്തയെ കൊണ്ട് വിൽക്കാൻ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ. നമ്മ മകന്റെ ഒക്കെ കൊടുത്താക്കൂല എന്തെങ്കിലും മാർക്കറ്റിലേക്ക് വിൽക്കാൻ, ചന്തയിലേക്ക്. അതുപോലെ ആള് കൂടുന്നിടത്തേക്ക് ഇബ്രാഹിം നബിയെ ഇത് കൊണ്ട് വിറ്റിട്ടു ആ ഒരു കൊട്ടയിൽ കുറെ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ വെച്ചിട്ട് ഇബ്രാഹിം നബി കൊണ്ടുപോകും. ആൾക്കാരെ കൂടുമ്പോ ഒരു പഴക്കെ തൊലിച്ചിട്ട് തിന്നോ, വിശക്കൂലേ? തിന്നൂല. നീ ഒന്നും തിന്നൂലല്ലേ? നീ വല്ലോ കേൾക്കണ്ട? ഞാൻ പറഞ്ഞ കേൾക്കൂലല്ലേ? ഈ പേടിക്കാൻ വന്നിട്ട് ആൾക്കാർ കേൾക്കല ഈ പറയണേ. നീ ഒരു വർത്താനവും പറയില്ലല്ലേ? നീ ഒന്നും ചെയ്യില്ലല്ലേ? അപ്പൊ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റൂലല്ലേ? നിനക്ക് വല്ല ഉപദ്രവം ചെയ്യാൻ പറ്റുമോ? അതുമില്ല. ആ ചെറുപ്പത്തിൽ തന്നെ ഇത് മൗഢ്യമാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് പകരം വെച്ച ആളുകൾ ആരാധിക്കുന്ന ഇതിനെയാണ് എന്നത് ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അള്ളാഹ്. അള്ളാഹ് പറയാണ്, ഇത് ഖാലലി അബീഹി വ ഖൗമിഹി. ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോടും നാട്ടുകാരോടും പറഞ്ഞ സന്ദർഭം, മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഭജനമിരിക്കുന്ന ഈ പ്രതിഷ്ഠകളുടെ സ്ഥിതി എന്താണ്?
ഖാലൂ വാപ്പയും നാട്ടുകാരും പറഞ്ഞത് വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങൾ പാരമ്പര്യമായി കാരണന്മാരായി കണ്ടുവരുന്നത് ഇവയെ ആരാധിക്കുന്നതായിട്ടാണ്, അത് ഞങ്ങളും തുടരുന്നു എന്ന് മാത്രം. പാരമ്പര്യ പറഞ്ഞു. അവര് പറഞ്ഞു ശിർക്കിന്റെയും കുഫറിന്റെ ആൾക്കാർക്ക് പാരമ്പര്യം പറയാനുണ്ടാവും. അപ്പൊ നല്ല ദീനുള്ള ഒരാളുടെ മോനായോണ്ട് അവൻ രക്ഷപ്പെട്ടോളന്നില്ല. നമുക്ക് കുറെ പാഠങ്ങൾ അവ നൽകുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ കൃത്യമായിട്ട് വരുന്നു, നിസ്കാരം കൃത്യമായിട്ട് ചെയ്യുന്നു, ഇബാദത്തുകൾ മറ്റുള്ളവ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോനും അങ്ങനെ ആവും. മൗഢ്യമാണ് ധാരണ. അതേ രീതിയിൽ വളർത്തണം മാതാപിതാക്കൾ. വാപ്പയും വല്യപ്പൊക്കെ നന്നായോണ്ട് മക്കള് നന്നായിക്കോളണമെന്നില്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെയും നമ്മയും നമ്മുടെ ഇണകളെയും നമ്മുടെ സന്തതികളെയും സന്മാർഗത്തിലാക്കി തീർക്കുമാറാകട്ടെ. അവര് പറയുന്നത് ഞങ്ങളെ പൂർവികർ ഇങ്ങനെയാണ് ചെയ്തത്, പിന്നെ അതിന്റെ ന്യായം ഒന്നും ഞങ്ങൾ നോക്കാൻ നിന്നിട്ടില്ല. വാപ്പാനനുസരിച്ച് പോകാന്നല്ലേ ഒരു ഭക്തി. എന്റെ വാപ്പ എന്റെ വല്യപ്പൊക്കെ ഇങ്ങനെ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ കുമ്പിടുന്നവരും അവയോട് പ്രാർത്ഥിക്കുന്നവരുമാണ്. അവരോടാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, ഇവക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബില്ലേ, നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബില്ലേ, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്ന റബ്ബില്ലേ, നിങ്ങൾക്ക് രോഗം വന്നാൽ സുഖപ്പെടുത്തുന്ന റബ്ബില്ലേ, ആ റബ്ബിനോടെല്ലാം നിങ്ങൾ തേടരുത്, പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്നതാണ് സ്വന്തം വാപ്പയോടും. വാപ്പാനെ ഒഴിവാക്കില്ല. ഇബ്രാഹിം നബിയുടെ ഉപദേശം, പ്രബോധനം ഖുർആൻ വന്നതിൽ അധികത്തിലും ഇങ്ങനെ കാണാം, ഇത് ഖാലലി അബീ, സ്വന്തം വാപ്പയോട് പറഞ്ഞത് എന്ന്. വഖൗബി, എന്നിട്ടാണ് നാട്ടുകാരെ പറഞ്ഞത്. അപ്പൊ നമ്മളും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റും. നമ്മളും നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകളെ സന്മാർഗത്തിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിന്റെ വഴിയിലേക്ക് നയിക്കാനുള്ള പരിശ്രമം നമ്മളും നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.